SSLC എക്സാമിനേഷൻ, മാത്സിന്റെ SSLC എക്സാമിനേഷന് ഏറ്റവും കൂടുതലായി മാർക്കിന് വരുന്ന ചാപ്റ്ററുകളിലെ ഒരു ചാപ്റ്ററാണ് ഘനരൂപങ്ങൾ, സോളിഡ്സ്. വളരെയധികം ആഴത്തിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗം കൂടിയാണ്. അതിലെ കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്ക് പരിചയപ്പെടാം. ഇത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു സമചതുര സ്തൂപിക, സ്ക്വയർ പിരമിഡ് ഉപയോഗിക്കാൻ വേണ്ടി വെട്ടിയെടുത്ത ഒരു പേപ്പറാണ്. ഇവിടെ അളവ് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ, ഇവിടുത്തെ അളവ് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. ഇനി ഒന്നാമത്തെ ചോദ്യം, ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന സമചതുര സ്തൂപികയുടെ, സ്ക്വയർ പിരമിഡിന്റെ ചരി ഉയരം, സ്ലാന്റ് ഹൈറ്റ് അല്ലെങ്കിൽ ലാറ്ററൽ ഹൈറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് ചരി ഉയരം. ത്രികോണത്തിന്റെ 4 ത്രികോണങ്ങളുടെ ഉയരമാണ് എന്തായി വരുന്നത്, ചെരിവുയരമായി വരുന്നത്. ചെരിവുയരത്തിന് നമ്മൾ L എന്ന അക്ഷരം കൊണ്ടാണ് സാധാരണ സൂചിപ്പിക്കാറ്. എത്രയാണ്? 5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഒന്നാമത്തെ ആൻസർ നമുക്ക് സിമ്പിൾ ആയി എഴുതാൻ പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ സ്തൂപിക പിരമിഡിന്റെ ഹൈറ്റ് എത്ര എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഈ ഭാഗം ഏതാണ് എന്ന് തിരിച്ചറിയണം. ഈ ഭാഗം പാദവക്ക്, ബേസ് എഡ്ജ് ആണ്. എ എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും. അത് 6 സെന്റിമീറ്റർ. ഇത് രണ്ടും, എല്ലും എയും ഉപയോഗിച്ച് നമുക്ക് ഉയരം കാണാൻ പറ്റും. നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. ഇവിടുന്ന് എൽ സ്ക്വയർ 25 എന്നും a/2 6/2 3 സ്ക്വയർ 9 എന്നും നമ്മൾ ചെയ്താൽ എച്ച് സ്ക്വയർ ഇവിടെ 16 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എച്ച് നമുക്ക് √16 4 സെന്റിമീറ്റർ എന്നും കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് എച്ച് 4 എന്ന് കിട്ടി, ഉയരം 4. ഇനി ഇതിന്റെ വ്യാപ്തം എത്ര എന്നാണ് ചോദ്യം. വ്യാപ്തം കാണാനുള്ള സമവാക്യം നമുക്കറിയാം, 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. Then 1/3 ഇൻറ്റു ഇവിടെ ബേസ് ഏരിയ 6 ഇൻറ്റു 6 36 ഇൻറ്റു ഹൈറ്റ് നമ്മളിപ്പോ കണ്ടുവച്ചു 4. 3നെ 36 കൊണ്ട് ഹരിച്ചാൽ 12 എന്ന് എല്ലാവർക്കും അറിയാം. 12 ഗുണിക്കണം 4 48 സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എന്നും പറയും. ഇവിടെ നമ്മൾ ചിത്രം വെച്ചിട്ട് നമ്മൾ എല്ലും എയും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അത് വെച്ചിട്ട് നമുക്ക് ഉയരം കാണാൻ അറിയുമോ എന്നാണ് 2. ഇനി അളവുകൾ തന്നാൽ വ്യാപ്തം കാണാൻ കഴിയുമോ എന്ന് മൂന്നാമത്തെ ചോദ്യം. ഇത് 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാവുന്ന ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ചോദ്യം. ഘനരൂപങ്ങൾ എന്ന ചാപ്റ്ററിലെ, സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു സമചതുര സ്തൂപികയുടെ, സമചതുര സ്തൂപിക സ്ക്വയർ പിരമിഡ്, പാദ ചുറ്റളവ് 96 സെന്റിമീറ്റർ, പാദ ചുറ്റളവ് ബേസ് പെരിമീറ്റർ 96 സെന്റിമീറ്റർ, ഹൈറ്റ് 16 സെന്റിമീറ്റർ 16 സെന്റിമീറ്റർ. ചോദ്യം, പാദവക്കിന്റെ നീളം എത്ര, ചെരിവുയരം എത്ര, ഉപരിതല പരപ്പളവ്. പാദവക്ക് ബേസ് എഡ്ജ്, ചെരിവുയരം സ്ലാന്റ് ഹൈറ്റ് അല്ലെങ്കിൽ ലാറ്ററൽ ഹൈറ്റ്, ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ. ഇവിടെ പാദ ചുറ്റളവ് എന്ന ഭാഗം നമ്മൾ ആദ്യം എടുക്കുക. സമചതുരമാണ് അതിന്റെ ബേസ്, പാദം. അപ്പൊ അതിന്റെ ചുറ്റളവ് 96 പെരിമീറ്റർ. അപ്പോ 4a ആയിരിക്കും 96. അപ്പൊ നമുക്ക് ഇവിടുന്ന് a 96/4 എത്ര എഴുതാം? 24 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടാം. 24 സെന്റിമീറ്റർ. ഇനി ഇവിടെ ഉയരം തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉയരവും പാദവക്കും ഉപയോഗിച്ച് നമുക്ക് എന്ത് കാണാൻ പറ്റും? ചെരിവുയരം കാണാൻ പറ്റും. എങ്ങനെയാണ്? എൽ സ്ക്വയർ, ചെരിവുയരം കാണണമെങ്കിൽ എച്ച് സ്ക്വയറും പിന്നെ a/2 സ്ക്വയറും കൂട്ടിയാൽ മതി.
എച്ച് സ്ക്വയർ 16ന്റെ സ്ക്വയർ 256. 24 ആണ് a/2 12. 12ന്റെ സ്ക്വയർ 144 എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ 400 എന്ന് കിട്ടും. 0 5 9 10 2 3 4 400 എന്ന് കിട്ടും. എൽ സ്ക്വയർ 400 ആണെങ്കിൽ എൽ നമുക്ക് എഴുതാം എന്ന് 20 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഒന്നാമത് പാദ ചുറ്റളവ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ബേസ് പെരിമീറ്റർ വെച്ചിട്ട് നമ്മൾ ബേസ് എഡ്ജ് പാദവക്ക് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പാദവക്കും ചോദ്യത്തിൽ തന്ന ഉയരവും വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ചെരിവ് ഉയരം സ്ലാന്റ് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവ് കാണാനുള്ള സമവാക്യം ബേസ് ഏരിയ then lateral surface area a സ്ക്വയർ. നമുക്ക് ഇവിടെ a 24 ആണ്. 24 സ്ക്വയർ 526 എന്ന് കിട്ടും. സോറി 76 പ്ലസ് 2a 2 into a 24 into l 20. ഇവിടെ 2 into 20 40 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 96 960 എന്നും കിട്ടും. അപ്പൊ ഇത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 6 13 15 1536 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ പാദ ചുറ്റളവ് വെച്ചിട്ട് നമ്മൾ പാദവക്ക് നമ്മൾ കണ്ടുപിടിച്ചു. പാദവക്കും ഉയരവും വെച്ചിട്ട് നമ്മൾ ചെരിവുയരം കണ്ടുപിടിച്ചു. ചെരിവുയരവും പാദവക്കും വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഉപരിതല പരപ്പളവ്. ഘനരൂപത്തിലെ മറ്റൊരു ചോദ്യം. ഒരു സമചതുര സ്തൂപിക സ്ക്വയർ പിരമിഡ്, അതിന്റെ പാദ പരപ്പളവ് ബേസ് ഏരിയ 196 സെന്റിമീറ്റർ സ്ക്വയർ, പാർശ്വ പരപ്പളവ് ലാറ്ററൽ സർഫസ് ഏരിയ 700 സെന്റിമീറ്റർ സ്ക്വയർ. പാദപരപ്പളവ് 196, പാർശ്വപരപ്പളവ് 700. പാദവക്കിന്റെ നീളം എത്ര എന്ന ചോദ്യം, ചെരിവുയരം എത്ര എന്ന ചോദ്യം, ഉയരം എത്ര എന്നൊരു ചോദ്യം. പാദവക്ക് ബേസ് എഡ്ജ്, ചെരിവുയരം സ്ലാന്റ് ഹൈറ്റ്, ഉയരം ഹൈറ്റ്. ഓക്കെ, നമ്മൾ പാദപരപ്പളവ് നമ്മൾ നേരത്തെ പറഞ്ഞു. പാദത്തിൽ സമചതുര സ്തൂപികയുടെ ബേസ് സമചതുരമാണ്. അപ്പൊ ആ സമചതുരത്തിന്റെ പരപ്പളവാണ് 196. നമുക്ക് a സ്ക്വയർ എന്നത് 196 എന്നെഴുതിയാൽ a എന്നത് 14 സെന്റിമീറ്റർ എന്ന് കിട്ടും. റൂട്ട് 196 14 എന്ന് കിട്ടും. ഒന്നാമത്തെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. ഇനി രണ്ടാമത് തന്ന ഭാഗം നമ്മൾ എടുത്താൽ പാർശ്വപരപ്പളവ് 2a n അതാണ് 700 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുത്താൽ 2 into 14 l സമം 700. അപ്പൊ l കാണാൻ വേണ്ടി 700 ഹരിക്കണം 2 into 14 എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 7 14 2 എന്ന് കിട്ടും. അതായത് 100 ഹരിക്കണം 2 into 2 4 സമം 25 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് 2a പാർശ്വപരപ്പളവ് 700, 2 into a 14 നമ്മൾ കണ്ടു, into l സമമാണ് 700. l കാണാൻ വേണ്ടി ഈ 2 into 14 നമ്മൾ താഴേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? 700 ഹരിക്കണം 2 into 14, 7 ഒരു തവണ, 14 2 തവണ. അപ്പൊ ഇവിടെ 100 എന്നായി മാറി. ബൈ 2 ഗുണിക്കണം 2 4, 100 4 25 തവണ. ഇനി ഇവിടെ നമുക്ക് l കിട്ടി, അതുപോലെ തന്നെ എയും കിട്ടി. അത് വെച്ചിട്ട് എന്ത് കാണാൻ പറഞ്ഞു? h കാണാൻ പറഞ്ഞു. h സ്ക്വയർ സമം
എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ സമം എൽ എന്താ 25. അവ 625 മൈനസ് എ 14 എ ബൈ ടു 7. അപ്പൊ 49. 7ന്റെ സ്ക്വയർ 49. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5ൽ നിന്നും 9 കുറച്ചാൽ 15ൽ നിന്നും 9 കുറച്ചാൽ 6. ദെൻ 61ൽ നിന്നും 4 കുറച്ചാൽ 57 എന്നത് 576 എന്തിന്റെ റൂട്ടാണ്? h സമം നമുക്ക് എന്ത് എഴുതാം? റൂട്ട് 576 സമം 24 എന്ന് നമുക്ക് ഘനരൂപങ്ങൾ എന്ന അധ്യായത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ചോദ്യമാണ്. വക്കുകളെല്ലാം തുല്യമായ ഒരു സമചതുര സ്തൂപിക. All the edges are equal of a square pyramid. അതിന്റെ ഉയരം തന്നിട്ടുണ്ട് 6√2. ചോദ്യം പാദവക്കിന്റെ നീളം എത്ര, 2 വ്യാപ്തം എത്ര എന്നാണ് ചോദ്യം. ഈ ചോദ്യം തന്നെ വേറെ ഒരു രീതിയിലും കൂടി ചോദിക്കാറുണ്ട്. ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളാണ്. ഫേസസ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ്. അതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? ആ സമചതുര സ്തൂപികയുടെ വക്കുകളൊക്കെ എന്താണ്? തുല്യമാണ്. ഈ രണ്ട് രീതിയിൽ ആ ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സമചതുര സ്തൂപികയുടെ ഉയരത്തിന്റെ വർഗവും ചെരിവ് ഉയരത്തിന്റെ വർഗവും പാർശ്വവക്കിന്റെ വർഗവും എന്താണ്? സമാന്തര ശ്രേണിയിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എച്ച് സ്ക്വയർ, എൽ സ്ക്വയർ, ഇ സ്ക്വയർ എന്തിലാണ്? സമാന്തര ശ്രേണിയിലാണ്, അരിതമെറ്റിക് സീക്വൻസിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പൊതുവ്യത്യാസം ഉണ്ടാവില്ലേ? ആ പൊതുവ്യത്യാസവും നമ്മൾ പഠിച്ചതാണ് a/2 ഹോൾ സ്ക്വയർ. അതായത് എച്ച് സ്ക്വയറിലേക്ക് a/2 ഹോൾ സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? എൽ സ്ക്വയർ കിട്ടും. എൽ സ്ക്വയറിലേക്ക് a/2 ഹോൾ സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇ സ്ക്വയർ കിട്ടും. ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കുക, വക്കുകളെല്ലാം തുല്യമാണ് എന്ന് പറയുമ്പോൾ ഈ ലാറ്ററൽ എഡ്ജിന് പാർശ്വവക്കിന് പകരം എനിക്ക് പാദവക്കിൽ നിന്നും കൊടുത്തൂടെ? കാരണം രണ്ട് തുല്യല്ലേ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? എച്ച് സ്ക്വയറിലേക്ക് 2 പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, അതായത് 2 a/2 ഹോൾ സ്ക്വയർ കൂട്ടിയാലാണ് എന്ത് കിട്ടുക? a സ്ക്വയർ നമുക്ക് കിട്ടുക. ഇനി എച്ച് സ്ക്വയറിനെ ഞാൻ ഇവിടെ നിർത്തി, ബാക്കി a സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ ബൈ 4 എന്ന് എഴുതി. ഇവിടെ ഞാൻ ചെറുതാക്കി ബൈ 2 എന്ന് എഴുതി. a സ്ക്വയറിൽ നിന്നും a സ്ക്വയർ ബൈ 2, അതായത് ഒരു a സ്ക്വയറിൽ നിന്നും a സ്ക്വയറിന്റെ പകുതി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കി പകുതി നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ h സ്ക്വയർ എന്നത് a സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഈ ബൈ 2 നമുക്ക് എങ്ങനെ എഴുതാം? 2 h സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ ആണ് എന്ന് എഴുതാം. h 6√2. അപ്പൊ h സ്ക്വയർ 2 ഇൻറ്റു 36 ഇൻറ്റു √2ന്റെ സ്ക്വയർ 2 അല്ലേ? h എന്ന് പറഞ്ഞാൽ 6√2 ആണ്. 6ന്റെ സ്ക്വയർ 36, √2ന്റെ സ്ക്വയർ 2 സമം a സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 36, a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 എന്ന് എഴുതാം. a എന്ന് പറഞ്ഞാൽ 12 എന്നും എഴുതാം. a 12 എന്ന് എഴുതി. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വ്യാപ്തം കാണാനാണ്. നമുക്ക് വ്യാപ്തം കാണാൻ 1/3 a സ്ക്വയർ ഇവിടെ ഉണ്ട് 144 ഇൻറ്റു h 6√2.
ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് 2 എന്ന് എഴുതാം. 144 into 2 root 2. 288 root 2 സെന്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ആൻസർ വ്യാപ്തം കിട്ടും. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എച്ച് സ്ക്വയർ എൽ സ്ക്വയർ എ സ്ക്വയർ സമാന്തര ശ്രേണിയിലെ മൂന്ന് പദങ്ങളായി നമുക്ക് എഴുതാം. ഇവിടെ എ സ്ക്വയർ അല്ല ഇ സ്ക്വയർ ആണ്. വക്കുകൾ തുല്യമായതുകൊണ്ടാണ് ഞാൻ എന്ത് കൊടുത്തത്, എ സ്ക്വയർ എന്ന് കൊടുത്തത്. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്തായിരിക്കും, a/2 ഹോൾ സ്ക്വയർ ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ എഴുതി നമ്മൾ എ കണ്ടുപിടിച്ചത്. എ വെച്ചിട്ടാണ് നമ്മൾ വോളിയം വ്യാപ്തം